91, 92, 93, 94, 95, 96, 97, 98, 99, 100. ബെറ്റിൽ നീ തോറ്റില്ലടാ. എടുക്ക കാർബറൈസ്. എന്നതാടാ നിന്റെ മുഖത്തൊരു പവർ കട്ട്? തിന്നോടാ കൊതിയ. താങ്ക് യു ചേച്ചി. യു ഫോൺ യു. ആരെയോ ഫോൺ എടുക്ക്. ഹലോ. റോങ് നമ്പർ. ചേച്ചമ്മേ ലേശം മട്ടൺ. അമ്മച്ചിക്ക് മാറ്, ഞാൻ വിളമ്പാം. ഓ, മൈസൂരേട്ടത് എവിടായിരുന്നു? അന്യ കുടുംബത്ത് പോവേണ്ട പെണ്ണ. അടുക്കള കാണാതെ ജീവിച്ചാലേ അമ്മായിയമ്മയുടെ പോര് നീ തന്നെ സഹിക്കേണ്ടി വരും. ഓ, എനിക്ക് വേണ്ടി ആരും കല്യാണം ഒന്നും ആലോചിക്കണ്ട. ഞാൻ വല്ല മടത്തേലും പോയി ചേർന്നോളാവേ. അതോടെ മടം പൊളിയും. ശരിയാ കുട്ടൻചേ, ഇതെല്ലാം കൂടെ ഞാൻ തലേ കമത്തു. നീ പൊടി കാന്താരി. മോളെ മട്ടൻ വിളമ്പിക്കോ. സീ ഫുഡിന്റെ മട്ടൻ കറി ക്യാൻസൽ. എടി പെണ്ണ, ഞാൻ ചുമ്മാ പറഞ്ഞതില്ലയോ, നീ മടത്തിൽ ചേർന്ന കലക്കും. ഇങ്ങോട്ട് വിളമ്പിക്കോ. വേണ്ട വേണ്ട, സീ ഫുഡിന് ഈയിടെ ഇച്ചിരി പവർ കൂടുതലാ. പാവം, ഡോക്ടർ കൊടുക്കട്ടെ. മേബിൾ ഇളയമ അങ്ങ് അമേരിക്ക കിടക്കുന്നതിന്റെ വിരഹ ദുഃഖം മട്ടൻ അടിച്ചെങ്കിലും മാറട്ടെ. ഡിഗ്രി കഴിയട്ടെ, ഇവിടെ നമുക്ക് LLBക്ക് അയക്കണം. അല്ല, അത്യാവശ്യത്തിന് ഒരു കേസിലെ വക്കീൽ നമ്മുടെ തറവാട് തന്നെ ഉണ്ടല്ലോ. ഇനി അതിന്റെ എണ്ണം കൂട്ടണോ? ഇച്ചിരി വെള്ളം എടുത്തേ. മക്കളെ, അപ്പാപ്പന്റെ പതിവ് കിട്ടിയില്ലല്ലോ. വന്ന് കിടക്കാൻ നോക്ക്. അല്ല, നിന്റെ കുഞ്ഞെന്തിയടി? അവന് ചേച്ചിയമ്മ ഉറക്കാൻ കൊണ്ടുപോയിക്കോ. അപ്പ അല്ല, അപ്പനെ ഇച്ചായൻ എന്തോ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഓ ചുമ്മാ, ഞാൻ ആ കുട്ടപ്പായുടെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് പോയതല്ലയോ. എന്നതാണ് ഈ കൈകാലൊക്കെ കാണിക്കുന്നേ? അല്ലപ്പാ, കുട്ടപ്പ ഇതെന്നാ പോക്കായി പോകുന്നേ? കല്യാണമൊക്കെ കഴിയേണ്ട പ്രായം കഴിഞ്ഞു. അവന് പിടിക്കണ്ടായോ? എത്ര എണ്ണത്തിനെ കണ്ടു. ഇനി എനിക്ക് ബോധിച്ച ഒരു പെണ്ണിനെ ഞാൻ അങ്ങ് ഉറപ്പിക്കും. ഒരു പെണ്ണ് വന്ന് കേറിയാലേ അവൻ ഒതുങ്ങത്തുള്ളൂ. ഇല്ലടി ആലീസേ? അതെ. ഈ പറയുന്ന പോലെ അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല. എന്റെ അപ്പന്റെ വാശിയും തന്റെയിടവും ആ തലയെടുപ്പൊക്കെ കിട്ടിയിരിക്കുന്നത് അവന് മാത്രമാണ്. സത്യം പറയാലോ, ചില നേരത്തെ അവന്റെ ആ നിപ്പും നോട്ടവും ഒക്കെ കാണുമ്പോ ചെറുപ്പകാലത്ത് ഞാൻ കണ്ട എന്റെ അപ്പൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ തോന്നും. നീ ചീട്ട് കളിക്കാൻ വരുന്നില്ലയോ? ഞാൻ അപ്പനെ നോക്കി വന്നതാ. എങ്കി വാ. അപ്പാ, എന്നാടാ? ഇന്നത്തെ സംഭവം അപ്പന് വിഷമമെങ്കിൽ അപ്പൻ എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നൊരു തോന്നല്. എന്നതാടാ? ഇക്കാലത്ത് മുഖം നോക്കാതെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് വലിയ കാര്യം തന്നെ. അവന്മാരെല്ലാങ്കിലും പറഞ്ഞത് കരുതി നീ ഇങ്ങനെ വിഷമിച്ചാലോ? അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേച്ച് ചീട്ട് കളിക്കാൻ പാടാ. വേദിയിലിരിക്കുന്ന വധൂവരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഇക്കാലത്ത് പള്ളിയിൽ പൊന്നിൻ കുരിശുണ്ടാക്കാനും ശ്രീകോവിലിൽ സ്വർണം പൂശാനും ഒക്കെ ഒരുപാട് പേർ കൈ അയഞ്ഞ് സംഭാവനകൾ നൽകാറുണ്ട്. പക്ഷേ പാവപ്പെട്ട പെങ്കൊച്ചുങ്ങളുടെ കഴുത്തിൽ ഒരു താലിച്ചരട് കയറാനോ ചോർന്നൊലിക്കുന്ന പുര മേഞ്ഞു കൊടുക്കാനോ ഒരുത്തന്റെ കീശയിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും ഇറങ്ങത്തില്ല. തേവക്കാട്ട് തറവാട്ടുമുറ്റത്തെ ചില ദൃഷ്ടാന്തങ്ങളിലൂടെ എന്റെ അപ്പൻ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം ഇരിക്കുന്നത് കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരിലാണ്, വിശക്കുന്നവന്റെ വയറിലാണെന്ന്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ പ്രാർത്ഥനാ മുറിയില് എന്റെ അപ്പന്റെ സ്ഥാനം ഇപ്പോഴും ദൈവങ്ങൾക്ക് നടുവില. എല്ലാ സൗഭാഗ്യങ്ങളും തമ്പുരാൻ എനിക്ക് തന്നു. 6 ആൺമക്കളുണ്ടായി. ഒരുപാട് മോഹിച്ചെങ്കിലും ഒരു പെൺതെരിയെ നൽകാൻ എന്റെ കുഞ്ഞന്നാമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഇളയവൻ കുട്ടപ്പായിക്ക് 5 വയസ്സുള്ളപ്പോഴാ അവള് ഞങ്ങളെ വിട്ടു പോയത്. കണ്ണടയ്ക്കുമ്പോഴും അവള് പറഞ്ഞു, തലക്കലിരുന്ന് കരയാൻ ഒരു പെൺകുഞ്ഞില്ലാതായി പോയത് എന്ന്. അതുകൊണ്ട് എന്റെ കുഞ്ഞന്നാമ്മയുടെ ഓർമ്മ ദിവസം കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ ആചരിക്കുന്നത് ഇതുപോലുള്ള പെൺകൊച്ചുങ്ങളുടെ വിവാഹം നടത്തിയിട്ടാ. ഈ നാട്ടിലെ അനാഥരായ നിർധനരായ പെൺകൊച്ചുങ്ങളുടെ വിവാഹമല്ല ഞങ്ങൾ നടത്തുന്നത്. എനിക്കും
എന്റെ കുഞ്ഞിന്റെ അമ്മയ്ക്കും ജനിക്കാതെ പോയ ഞങ്ങളുടെ തന്നെ പെങ്കൊച്ചുങ്ങളുടെ വിവാഹം. ഈ കർമ്മങ്ങളുടെ പുണ്യം കൊണ്ടോ അതോ കുഞ്ഞിന്റെ അമ്മ അവിടെ ചെന്ന് പറഞ്ഞിട്ടോ എന്തോ ദൈവം തമ്പുരാൻ വൈകിയാണേലും തേവക്കാട്ട് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. എന്റെ മൂത്ത മോന്റെ മോള് റാണി മോള് തേവക്കാട്ടെ ഏക പെണ്ണ്. തമ്പുരാൻ ആയുസ് തരികയാണെങ്കിൽ യാതൊരു വേർതിരിവുമില്ലാതെ ഇതുപോലൊരു ഓർമ്മ ദിവസം അവളുടെ വിവാഹവും ആർഭാരമായി തന്നെ ഞാൻ നടത്തും. അതുകൂടി കാണാനുള്ള ആയുസ് തരാൻ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചേച്ചി ഇതും കൂടെ ഞാൻ ഉണ്ടാക്കി തരത്തുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടായിക്കോണം. മാതാവേ, ഹലോ ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയാവോ? എന്നാ പറ്റി? ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ? എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരെ വേണ്ടത്? മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ചായനായെന്നാ ഞാൻ തരാം, നോക്കട്ടെ. ഹലോ. ഓ, അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ? ആ, എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ, എന്നതാ? മംഗലാപുരം. ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായിയാ. കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞേ. അവൻ എന്നെ അഡ്വാൻസ് ഇങ്ങനെ തന്നെ. എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല. ഇനി അതിലെടു. ഒന്ന് വേഗം കഴിഞ്ഞു. കേറല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇരുട്ടുന്നതിന് മുമ്പേ ചുരം താണ്ടണം. ആന ഇറങ്ങണ സ്ഥലമാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാവിട്ട് കരഞ്ഞ പിടിച്ച് ആനക്കെടുത്ത് ഇട്ട് കൊടുത്തേച്ച് ബോർഡർ കട്ട് ചെയ്ത് ഞാൻ NHയിലോട്ട് അങ്ങോട്ട് വെച്ചേരാ. ഒന്ന് വേഗം ആട്ടടോ. കുട്ടപ്പായേ, ലോഡ് കയറ്റി കഴിഞ്ഞോടാ? കഴിഞ്ഞു. അല്ല, ഇത്രയും ലോങ് ട്രിപ്പ് അനിയനെ തന്നെ പറഞ്ഞയക്കണോ? ഇതൊരു 4 ദിവസം ഓട്ടോ അല്ലേ ഉള്ളൂ. ആന്ധ്രയിൽ പോയിട്ട് വരുന്നത് ഏതാണ്ട് സ്കൂൾ പിള്ളേർ ടൂറിന് പോകുന്ന ഫീലിങ്സ്. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ, ചരക്ക് എത്തേണ്ട അടുത്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും ഇവർ എത്തിച്ചോളൂ. 2 കണ്ടീഷൻസ്. പോകുന്ന വഴിക്ക് തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയാൽ ഞാൻ ഇറക്കിക്കോളാം. പിന്നെ പുതിയ ലോറിയുടെ ചേസിസ് വന്ന 4 ദിവസം അവൻ ഓടിച്ചിട്ട് എനിക്ക് ബോഡി എത്താൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല, കുട്ടപ്പായ്ക്ക് ചേസ് നേരിട്ടപ്പേര് വീണത്. ചുമ്മാരി കൂട്ടുകാരങ്ങനെ ഒരു പുന്നാര പേര് വിളിക്കുന്നു കരുതി നമ്മുടെ വായിൽ നിന്നെങ്ങാനത് വീണാലേ പിന്നെ അത് മതി ചവപ്പട്ടിക്ക് ആണി അടിക്കാൻ. ഞങ്ങൾ റെഡി. അല്ല, ക്ലീറ്റസ് വരുന്നില്ലെന്ന് പറഞ്ഞത് ഉറച്ച തീരുമാനമാണോ? ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? എടുത്ത് തട്ടടാ അവനകത്ത്. കുട്ടപ്പായേ, ഇതെന്നാന്ന് കേട്ടോ? അല്ല, ആന്ധ്ര ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. റാവുജിക്ക് നല്ല പിടിപാടാ. ഇതിനുള്ള നമ്പറൊക്കെ തൽക്കാലം കുട്ടപ്പായുടെ കയ്യിലുണ്ട് സഹോദര. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേട്ട. സൂക്ഷിച്ചു പോയച്ചു പറഞ്ഞേ. കുട്ടപ്പയ്യ ഞാൻ പറഞ്ഞോ ഒറ്റ കീഴ് അങ്ങോട്ട് നീങ്ങിയില്ലടാ.